Okay, so Poco's latest phone Poco M4 Pro 5G unboxing and this phone is വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. Basically എല്ലാ സ്പെസിഫിക്കേഷൻസിലും നല്ല അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എന്തൊക്കെ അപ്ഗ്രേഡ്സ് ആണ് വന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിലുള്ള പുതിയ ഫീച്ചേഴ്സ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. സോ ഇതാണ് ബോക്സ്. ലെറ്റ്സ് അൺബോക്സ്. ഫോൺ മാറ്റി വെക്കാം. സിലിക്കോൺ TPU കേസ് വരുന്നുണ്ട്. ഡോക്യുമെന്റേഷൻ, സിം ഇജക്ടർ പിൻ, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. തീർച്ചയായിട്ടും ഒരു ബോൾഡ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ആക്ച്വലി പോക്കോന്റെ M സീരീസ് ഫോൺസിൽ ഇപ്പം ഇതാണ് ഡിസൈൻ. വ്യത്യസ്തമായ ഒരു ഡിസൈനാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ കുറ്റമൊന്നും പറയില്ല, കാരണം അതൊരു സബ്ജക്റ്റീവ് ടേം ആണ്. ചിലർക്ക് കുറച്ചും കൂടി ക്ലാസി, സിമ്പിൾ, മിനിമലിസ്റ്റിക് ഡിസൈനാണ് ഇഷ്ടം. എനിക്കിത് ഇഷ്ടമാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ് വരുന്നത്. ഫ്രെയിമും ബാക്കും പ്ലാസ്റ്റിക് ആണ്. ദാറ്റ് ഈസ് നോർമൽ. ഈ പ്രൈസ് റേഞ്ചിൽ അത് നോർമലാണ്. പക്ഷേ ബാക്കിൽ ഒരു നല്ല മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സാൻഡ് സ്റ്റോൺ മാറ്റ് എന്ന് പറയാൻ പറ്റും, കാരണം ഒരു മിൻസ് ഉണ്ട്, ഒരു റഫ്നെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്മഡ്ജസ് ഒന്നും വരുന്നില്ല. 195 ഗ്രാം ആണ് വെയിറ്റ്. 8.8 mm ആണ് തിക്നെസ്. സോ അത്യാവശ്യം തിൻ ഫോണാണ്. വെയിറ്റ് ഒക്കെ ഓക്കെ ആണ്. നല്ല ഹാൻഡ്ലിംഗ് ആണ്. IP53 സ്പ്ലാഷ് പ്രൂഫ് റേറ്റിംഗ് വരുന്നുണ്ട്. 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ള കളറാണ് കൂൾ ബ്ലൂ, പിന്നെ പോക്കോ യെല്ലോ ആൻഡ് പോക്കോ ബ്ലാക്ക് ആണ് മറ്റ് 2 കളർ ഓപ്ഷൻസ്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു IPS LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. 90 ഹെർട്സിൻ്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 240 ഹെർട്സിൻ്റെ ആണ് ടച്ച് സാമ്പിളിംഗ്. ഗൊറില്ല ഗ്ലാസ് സ്ക്രീനിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. 450 നിറ്റ്സിൻ്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ്. DCI P3 വൈറ്റ് കളർ ഗ്യാമറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് സ്ക്രീൻ പ്രൊട്ടക്ടറും വരുന്നുണ്ട്. നോർമലി പോക്കോ ഫോൺസിൽ കണ്ടുവരുന്ന ഒരു IPS LCD പാനൽ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കളർ കാലിബ്രേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓബ്വിയസ്ലി ആംബുലഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ IPS LCD പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡോർ യൂസിന് വേണ്ടി ബ്രൈറ്റ്നസ് മോർ ദൻ എനഫ് ആണ്. സോ അവിടെ ബ്രൈറ്റ്നസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ഒന്നും വരുന്നില്ല. ഈവൻ ഇൻ ഔട്ട്ഡോർ യൂസ് ഭയങ്കരമായ ഒരു വെയിലില്ലെങ്കിൽ ഈവൻ ഔട്ട്ഡോറും നല്ല ക്ലിയർ ആണ്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. പക്ഷേ ഔട്ട് ഓഫ് ദ ബോക്സ് 60 ഹെർട്സ് ആണ് കേട്ടോ. സോ അക്കാര്യം മറക്കരുത്. ഫോൺ അൺബോക്സ് ചെയ്തതിന് ശേഷം 90 ഹെർട്സ് ആക്കുക. എന്തുകൊണ്ടാണ് ഔട്ട് ഓഫ് ദ ബോക്സ് 60 ഹെർട്സ് എനിക്കറിയില്ല, കാരണം അത്യാവശ്യം നല്ല പവർഫുൾ ചിപ്സെറ്റും വരുന്നുണ്ട്. എനിവേ 90 ഹെർട്സ് ആക്കിയാലേ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുകയുള്ളൂ. ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ കയറി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേൻ്റെ കളർ ടോണൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നോർമലി MIUIയിൽ വരുന്ന ഫീച്ചറാണ്. നമുക്ക് കൂൾ ടോൺ, വാം ടോൺ അല്ലെങ്കിൽ കസ്റ്റം കളർ ടോണൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് വേണമെങ്കിൽ ഈ ഡിസ്പ്ലേൻ്റെ കളർ ടോണൊക്കെ സെറ്റ് ചെയ്യാം. ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് 5.1 സപ്പോർട്ടും കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ വയർലെസ് TWS ഒക്കെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു കണക്ടിവിറ്റി കിട്ടും. സ്പീക്കേഴ്സ് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഞാനൊരു ഓഡിയോ സാമ്പിൾ കേൾപ്പിച്ചു തരാം. ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. ലൗഡ്നെസ് ആവറേജ് ആണ്, അങ്ങനെ ഭയങ്കര ലൗഡ് ആവുന്നില്ല. ഓക്കെ, സോ കുറച്ചും കൂടി ലൗഡ്നെസ് വേണ്ടിയിരുന്നു. ഇറ്റ്സ് ഓക്കെ. മിഡ് റേഞ്ച് ഫോണാണ്. ഐ എം നോട്ട് ഗോണ കംപ്ലെയിൻ. പക്ഷേ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് മെയിൻ സ്പീക്കറിൽ നിന്ന് വരുന്ന സൗണ്ട് കുറച്ചും കൂടി ബെറ്റർ ആണ് ഇയർ പീസിൽ നിന്ന് വരുന്ന സൗണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ സ്റ്റിൽ മച്ച് ബെറ്റർ ദാൻ മോണോ സ്പീക്കർ. സോ സ്റ്റീരിയോ സ്പീക്കർ ഓപ്ഷൻ ഉണ്ട്. ദാറ്റ്സ് നൈസ്. 50 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ക്ലോസ്ലി നോക്കുകയാണെങ്കിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഫീൽ കിട്ടുന്നുണ്ട്. പക്ഷേ 2 ക്യാമറ മാത്രമേ ഒറിജിനൽ ഉള്ളൂ. ബാക്കി 2 വെറും ഡമ്മി പീസാണ്, അല്ലെങ്കിൽ വെറും സ്റ്റിക്കേഴ്സാണ്. ഓക്കെ, സോ കാര്യം ഓർക്കണം. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ആണ് 2 ക്യാമറാസ്. ഫോണിൻ്റെ ഫ്രണ്ട് ടോപ്പ് സെൻറ്ററിൽ ഒരു പഞ്ച് ഹോൾ കട്ടൗട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഓക്കെ, മെയിൻ ക്യാമറ വെച്ച് നമുക്ക് മാക്സിമം 1080p 60 FPS ഓപ്ഷൻ വരുന്നുണ്ട്. സോ ദാറ്റ്സ് ഗുഡ്. 60 FPS ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറ വെച്ച് മാക്സിമം 1080p 30 FPS ഓപ്ഷനാണ് വരുന്നത്. ഞാൻ ചില റിയർ ക്യാമറ ആൻഡ് ഫ്രണ്ട് ക്യാമറ ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ഓക്കെ, നോർമലി പോക്കോയിൻ്റെ ഫോൺസിൽ വരുന്ന ഒരു ഇമേജ് ആൻഡ് വീഡിയോ പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, അതായത് അത്യാവശ്യം വാം ടോൺ ഉണ്ടായിരിക്കും, കുറച്ച് വൈബ്രൻസും ബൂസ്റ്റഡ് കളേഴ്സൊക്കെ കാണും, പിന്നെ കോൺട്രാസ്റ്റ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ പോക്കോയിൻ്റെ ഫോൺസിൽ പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന വൈബ്രൻസും സാച്ചുറേഷൻ ഉണ്ടല്ലോ, അത് അത്യാവശ്യം കൂടുതലായിരുന്നു. ഓക്കെ, ഇപ്പോൾ അവരത് കുറച്ചിട്ടുണ്ട്. പക്ഷേ ചില ഫോട്ടോസിൽ ഒരു ഡല്ല് ഫീൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചില ഫോട്ടോസിൽ ലേശം ഒരു അത്രയും ഐ പ്ലീസിങ് അല്ലാത്തൊരു ഫീൽ കിട്ടുന്നുണ്ട് ചില ഫോട്ടോസിൽ. ഓവറോൾ ഇറ്റ്സ് ഓക്കെ. ഈ ഫോണിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിങ് 15,000 ആണ് ഈ ഫോണിൻ്റെ പ്രൈസ്. ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഭയങ്കരമായ കംപ്ലയിൻസ് ഒന്നുമില്ല. അത്യാവശ്യം ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ, നല്ല ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഡീറ്റെയിൽസും നല്ല ഷാർപ്നെസ് ഒക്കെ കിട്ടുന്നുണ്ട്. റിയർ ക്യാമറ വെച്ച് പോർട്രേറ്റ് എടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ എക്സ്പോഷർ കുറയുന്നുണ്ട്. ചില ഫോട്ടോസിൽ എക്സ്പോഷർ കുറയുന്നുണ്ട്. പക്ഷേ ആ ബൊക്കെ എഫക്റ്റ് ഒക്കെ ഇറ്റ്സ് ഓക്കെ. അത്യാവശ്യം നല്ല എച്ച് ഡിറ്റക്ഷൻ ഒക്കെ വരുന്നുണ്ട് ആസ് പെർ പ്രൈസ് റേഞ്ച്. നൈറ്റ് മോഡ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ
ക്യാമറയ്ക്ക് അത്രയും എഫക്റ്റ് ഒന്നും അറിയുന്നില്ല. വിത്തൗട്ട് നൈറ്റ് മോഡ് ആൻഡ് വിത്ത് നൈറ്റ് മോഡ് ഓൾമോസ്റ്റ് സിമിലർ ഫോട്ടോസാണ് കിട്ടുന്നത്. ചില ഫോട്ടോസിൽ ആ ഒരു പ്രോസസ്സിങ്ങിൻ്റെ വ്യത്യാസം കാണാം. ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ സെൽഫി ക്യാമറ പെർഫോമൻസ് ഓൾസോ നൈസ്. ഓക്കെ, അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ വലിയ കംപ്ലയിൻസ് ഒന്നുമില്ല. നല്ല ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ഷാർപ്നെസ്സും ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. ഈവൻ ബാക്ക് ലൈറ്റ് ഉണ്ടെങ്കിലും ഫേസിൽ അത്യാവശ്യം എക്സ്പോഷർ ഒക്കെ കിട്ടുന്നുണ്ട്. LPDDR4X ആൻഡ് UFS 2.2 ആണ് റാം ആൻഡ് സ്റ്റോറേജ് ടൈപ്പ്. പിന്നെ ഇപ്പോൾ നോർമലി എല്ലാ ഫോൺസിൽ കിട്ടുന്ന പോലെ ഇവിടെയും എക്സ്റ്റൻഡഡ് റാം അല്ലെങ്കിൽ വെർച്വൽ റാമിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അപ് ടു 3 GB ടർബോ റാം ഇവിടെ കിട്ടുന്നുണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ടിൻ്റെ ഓപ്ഷനാണ് വരുന്നത്. അതായത് ഒന്നെങ്കിൽ 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു മൈക്രോ SD കാർഡും യൂസ് ചെയ്യാൻ പറ്റും. മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 810 5G ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 6 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. 2.4 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. 7 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പവർഫുൾ മിഡ് റേഞ്ച് 5G ചിപ്സെറ്റ് ആണ്. ഓക്കെ, 3.4 ലാഖിൻ്റെ Antutu സ്കോർ കിട്ടിയിരുന്നു. സോ ദാറ്റ് ഇസ് എ റെസ്പെക്റ്റബിൾ സ്കോർ. ഈവൻ പെർഫോമൻസിൽ അത് കാണാനുണ്ട്. ഓക്കെ, സോ ഗെയിമിംഗ് ആണെങ്കിൽ നല്ല രീതിയിൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അൾട്ര, അതായത് BGMI നോക്കുകയാണെങ്കിൽ സ്മൂത്ത് അൾട്രയാണ് ബെസ്റ്റ് സെറ്റിംഗ്സ്. നല്ല സ്മൂത്ത് 40 FPS ഗെയിം പ്ലേ കിട്ടുന്നുണ്ട്. അങ്ങനെ ഫ്രെയിം ഡ്രോപ്സ് അല്ലെങ്കിൽ ലാഗ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. കുറച്ച് നേരം കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നോർമലി പോക്കോ ഫോൺസിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നല്ലതായിരിക്കും. ഇവിടെ നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയത്. പിന്നെ പോക്കോ അല്ലെങ്കിൽ ഷവോമിയുടെ സൈഡിൽ നിന്നുള്ള ഗെയിം ടർബോ ഫീച്ചർ ഇവിടെ വരുന്നുണ്ട്. ഗെയിം ടർബോയിൻ്റെ ഓവർലേയിൽ ഡു നോട്ട് ഡിസ്റ്റർബ്, സ്ക്രീൻഷോട്ട്, സ്ക്രീൻ റെക്കോർഡിംഗ്, ബ്രൈറ്റ്നസ്, വൈഫൈ, കാസ്റ്റിംഗ് ഫീച്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെറ്റിംഗ്സ് നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഈവൻ വോയിസ് ചേഞ്ചർ ഓപ്ഷനും ഇവിടെ വരുന്നുണ്ട്. സോ അത്യാവശ്യം ഗെയിമിംഗ് ഫീച്ചേഴ്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 11 ആണ് വരുന്നത്. Android 12 കൊടുക്കേണ്ടതായിരുന്നു. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഫെബ്രുവരി മിഡായി Android 12 കൊടുക്കേണ്ടതായിരുന്നു. Android 11 ആണ് വരുന്നത്. MIUI 13 വരും. ഉടൻ തന്നെ MIUI 13 വരും എന്നാണ് പോക്കോ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ MIUI യൂസ് ചെയ്യുന്നത്, അതായത് ലേറ്റസ്റ്റ് MIUI. തീർച്ചയായിട്ടും ഒരു ബ്യൂട്ടിഫുൾ UI ആണ്, അതിലൊരു സംശയം വേണ്ട. നല്ല കളേഴ്സാണ്, ആ ഒരു ഗ്രേഡിയൻ്റ് ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഈവൻ ഫോണ്ടൊക്കെ. പിന്നെ ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉള്ള ഒരു UI ആണ് MIUI. പിന്നെ പോക്കോൻ്റെ ഒരു ഫോൺ ആയതുകൊണ്ട് ഔട്ട് ഓഫ് ദ ബോക്സ് പോക്കോ ലോഞ്ചർ വരുന്നുണ്ട്. ഷവോമിയുടെ സൈഡിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് കാരണമാണോ അതോ ഇതിലുള്ള ചിപ്സെറ്റ് കാരണമാണോ അതോ പോക്കോൻ്റെ ഓപ്റ്റിമൈസേഷൻ ആണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഔട്ട് ഓഫ് ദ ബോക്സ് നല്ല സ്മൂത്ത്നെസ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് 12.5 വന്ന അപ്ഡേറ്റ് ആണെന്ന് തോന്നുന്നു. MIUI 13 കുറച്ചും കൂടി ലൈറ്റ് വെയ്റ്റ് ആൻഡ് സ്മൂത്ത് ആണ് എന്നാണ് ഞാൻ കേട്ടത്. ഇനി അപ്ഡേറ്റ് വന്നതിന് ശേഷം എന്തെങ്കിലും ഇഷ്യൂ വരുന്നാൽ ഐ ഡോണ്ട് നോ. ഓക്കെ, പക്ഷേ ഔട്ട് ഓഫ് ദ ബോക്സ് നല്ല സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. അവിടെ ഇവിടെ ചെറിയ ജിറ്റേഴ്സ് ഉണ്ട്, പക്ഷേ ഓവറോൾ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. 90 Hz കൊണ്ടല്ലോ, സോ നല്ല സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. ഗൂഗിൾ ഡയലർ ആണ് കൊടുത്തിരിക്കുന്നത്. റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ ഉണ്ട്, പക്ഷേ ഓട്ടോ റെക്കോർഡിംഗ് ഇല്ല കേട്ടോ. നോർമൽ റെക്കോർഡിംഗ് ആണ്. അനൗൺസ്മെൻറ്റ് പോകുന്ന റെക്കോർഡിംഗ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ ബേസ്ഡ് പ്രോക്സിമിറ്റി സെൻസർ ആണ് വരുന്നത്. ഓക്കെ, അതായത് ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ ഇല്ല. നമ്മൾ നോർമലി ഫോൺ സംസാരിക്കുന്ന രീതി നമ്മളെടുത്ത് ഇങ്ങനെ ചെവിൻ്റെ ഇവിടെ വെച്ചാൽ അത് സ്വിച്ച് ഓഫ് ആവുന്നുണ്ട്, സ്ക്രീൻ ഓഫ് ആവുന്നുണ്ട്. അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ നമ്മളിങ്ങനെ ട്രിക്കൊക്കെ കാണിച്ച് കൊണ്ടുപോകാൻ നോക്കിയാൽ ചിലപ്പോൾ അത് ഓഫ് ആവാതിരിക്കും. 5000 mAh അത്യാവശ്യം വലിയ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. സോ ബാറ്ററി ആൻഡ് ചാർജിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോ കംപ്ലയിൻസ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്, നല്ല ഫാസ്റ്റാണ്, നോ ഇഷ്യൂസ്. ഫേസ് അൺലോക്കും നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. മാസ്ക് ഇട്ട് അൺലോക്ക് ചെയ്യാൻ നോക്കിയാലും അൺലോക്ക് ആവുന്നുണ്ട്. സോ അത് ഫീച്ചറാണോ അതോ ഗ്ലിച്ചാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ലോക്കാണ്. ഓക്കെ, അൺലോക്കായി. ഒന്നുകൂടെ കാണിച്ചു തരാം. ലോക്ക്, അൺലോക്കായി. സോ മാസ്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ടും വർക്ക് ആവുന്നുണ്ട്. സോ ഇത് ഫീച്ചറാണോ ഗ്ലിച്ചാണോ ഐ ഡോണ്ട് നോ. നോർമലി വർക്ക് ആവാറില്ല അങ്ങനെ, ഇതിലങ്ങനെ വർക്ക് ആവുന്നുണ്ട്. നോർമലി ഷവോമി ഫോൺസിൽ വരുന്ന IR ബ്ലാസ്റ്റർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഡെഡിക്കേറ്റഡ് X ആക്സിസ് ലീനിയർ മോട്ടർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നോർമലി ഈ പ്രൈസ് റേഞ്ചിൽ ആ ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത്. ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് മോട്ടർ ഉള്ളതുകൊണ്ട് നല്ലൊരു പ്രീമിയം ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നല്ല പ്രീമിയം ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത്. കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. FM റേഡിയോൻ്റെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ 4G ആൻഡ് ഡ്യുവൽ 5G എനേബിൾഡ് ആണ്. ഡ്യുവൽ ബാൻഡ് വൈഫൈ കോളിങ്ങിൻ്റെ ഫീച്ചറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോർമലി ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ സെൻസേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈനലി SAR വാല്യൂ ഈസ് അണ്ടർ ലിമിറ്റ്. 4GB 64GB പ്രൈസ് ആണ് 14,999, അതായത് 15,000 രൂപ. 6GB 64GB പ്രൈസാണ് 17,000 രൂപ. 8GB 128GB പ്രൈസാണ് 19,000 രൂപ. പോക്കോ M3 Pro 5G കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ആണെങ്കിൽ കുറച്ചും കൂടി ബ്രൈറ്റ് ആണ്, കുറച്ചും കൂടി വലിയ ഡിസ്പ്ലേ വരുന്നുണ്ട്. ചിപ്സെറ്റ് സ്ട്രോങ്ങർ ആണ്, കുറച്ചും കൂടി ബെറ്റർ ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്, ബെറ്റർ ചാർജിങ് വന്നിട്ടുണ്ട്, ബെറ്റർ 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. സോ 15,000 16,000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു 5G ഫോൺ, ഒരു ഓൾറൗണ്ട് 5G ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഇതിൻ്റെ ഹയർ വേരിയൻറ്റ് 19,000 രൂപ വരെ പോകുന്നുണ്ട്. ആ പ്രൈസ് റേഞ്ചിൽ നല്ല സ്റ്റിഫ് കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ 15,000 16,000 പ്രൈസ് റേഞ്ചിൽ ഇറ്റ്സ് എ ഗുഡ് ഓൾറൗണ്ട് 5G പോക്കോ ഫോൺ. ഓക്കെ, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ മതി. ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.